പരസ്യപ്പോര് ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്കും കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാക്കുന്നതിനുമിടെ ബിജെപി നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. സുരേന്ദ്രന്റെ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രൻ. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചതുപോലും നാടകമാണെന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ നിലപാട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിന്റെ മുഖ്യ അജണ്ടയാണ്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, പാലക്കാട്ട് തുടങ്ങിയ വിവാദങ്ങൾ, അവിടുന്ന് തുടങ്ങിയ പടലപ്പിണക്കങ്ങളെല്ലാം സുരേന്ദ്രന്റെ സ്ഥാനം തെറിപ്പിക്കുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള ചർച്ച. പക്ഷേ ഇന്നലെ പ്രധാനമായും കേന്ദ്ര നേതാക്കൾ പറയുന്നു ഒന്നടങ്കം രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അതേ സമയത്ത് തന്നെ സുരേന്ദ്രന്റെ എതിർപക്ഷം പറയുന്നു ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ് കെ സുരേന്ദ്രൻ, ആ രാജി ഭീഷണി പോലുമെന്ന് പറയുന്നുണ്ട്. വലിയ പടലപ്പിണക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നെന്തായാലും നേതൃയോഗം നടക്കുമ്പോൾ സംഭവ ബഹുലമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? ഭവ്യ, എന്തായാലും യോഗത്തിൽ ഈ വിഷയങ്ങൾ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ആദ്യ നേതൃയോഗം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തോൽവികൾ, അതെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായൊരു ഭാഷ്യം. പക്ഷേ എങ്കിൽ കൂടിയും നമുക്കറിയാം പ്രധാനമായും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവികൾ, അതിലേറ്റ തോൽവികൾ എന്നതിനപ്പുറം വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള തിരിച്ചടികളുണ്ട്. അത് പ്രധാനമായും തന്നെ പാലക്കാടാണ്. പാലക്കാട് BJPയുടെ A ക്ലാസ് മണ്ഡലം എന്നെല്ലാം തന്നെ വിശേഷണമുണ്ടെങ്കിലും പാലക്കാട്ടെ തിരിച്ചടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇതിനകം തന്നെ പല ഉരുൾപൊട്ടലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അവിടെ പ്രാദേശികമായ നേതൃത്വം തന്നെയും ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി തന്നെ അവരുടെ അസ്വാരസ്യങ്ങൾ പരസ്യമായിട്ട് തന്നെ പറയുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിലൊരു പ്രതികരണത്തിലേക്ക് കടക്കേണ്ട ഒരവസ്ഥയിലേക്കും കാര്യങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രധാനമായും തന്നെ ഈ ചർച്ച പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിയായ കാര്യങ്ങളിലാണ്. കാരണം അവിടെ ഗണ്യമായ രീതിയിൽ തന്നെ വോട്ട് ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നതാണ്. അതിൽ നഗരസഭ അധീനതയുള്ള ആ ഒരു പ്രദേശങ്ങളിൽ തന്നെ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആകെയും വോട്ട് ചോർച്ച അതിൽ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ള വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിൽ കെ സുരേന്ദ്രനടക്കം അവിടെ പരസ്യമായി വലിയ രീതിയിൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ പോലും തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെ അവിടെ സംഭവിക്കുന്നു എന്നതാണ്. ഇതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ കൊഴിഞ്ഞുപോക്കെല്ലാം തന്നെ സംഭവിക്കുന്നത്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ ചൊല്ലി പരസ്യമായിട്ട് തന്നെ അസ്വാരസ്യങ്ങൾ ഉൾപ്പെടുന്നു. ശോഭാ സുരേന്ദ്രനടക്കം ഇതിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെട്ട് പ്രവർത്തിച്ചു എന്ന ഒരു ഭാഗം ആരോപിക്കുന്നു. അതിൽ മറുഭാഗം കെ സുരേന്ദ്രനെ ആണിതിൽ മുഖ്യമായ ഒരു പ്രതിയായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിലേക്ക് വരാനുള്ള സജീവ സാധ്യത തന്നെയാണ് ഉള്ളത്. ഇതിൽ പ്രാദേശികമായ ഒരുപക്ഷെ അച്ചടക്ക നടപടികളിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ള ചില സൂചനകളുണ്ട്. പക്ഷേ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയേക്കും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന അതാണ് ഡാനി പ്രധാനമായും ഇന്ന് ഈ നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ ശബ്ദമുയരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എത്രമാത്രം കട്ടിയുള്ള ശബ്ദമായിരിക്കും എന്നത് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ അങ്ങോട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ പരസ്യ പ്രതികരണങ്ങളുടെ ഒരു ദിവസങ്ങളായിരുന്നു കടന്നുപോയത് BJPയിൽ തന്നെ. അത് വലിയ തരത്തിൽ ഇന്ന് ഈ നേതൃയോഗത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടോ? പ്രതികരിച്ചവരുടെ വായ് മൂടിക്കെട്ടാനുള്ള ഒരു ശ്രമം നേതൃതലത്തിൽ നിന്ന് നടക്കുന്നുണ്ടോ? ഡാനി, എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭവ്യ, അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം ഒന്നുകൂടി ചേർക്കുന്നു. ഇതിൽ നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ ഈ സംഘടനാപരമായ തെരഞ്ഞെടുപ്പിലേക്ക് ഡിസംബർ, ജനുവരി ആ മാസങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കളമൊരുക്കൽ എന്ന രീതിയിൽ തന്നെയും ഇത്തരം ചർച്ചകളെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് അവർക്ക് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുക, അല്ലെങ്കിൽ അവിടേക്ക് കടന്നു വരേണ്ടവർക്ക് ഒരു വെട്ടുനിരത്തലുണ്ടാക്കുക എന്നതിനെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാറ്റിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം ലക്ഷ്യങ്ങൾ ഇത്തരം യുദ്ധങ്ങൾ നയിക്കുന്നവർക്ക് സ്വാഭാവികമായും തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ അതിൽ മറന്നുകൂടാ. ഇന്നലെ വി മുരളീധരൻ പ്രതികരിച്ചത് സംഘടനാ തലപ്പത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അത് താൻ 15 വർഷം മുമ്പ് ഇതിൽ താൻ ഒഴിഞ്ഞതാണ് എന്നതടക്കം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ഈ ചർച്ചകളിലേക്ക് കളമൊരുക്കുന്നവർക്ക് സ്വാഭാവികമായും തന്നെയുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് വേണ്ടി ഈ ഒരു യോഗം വരുന്നത്. അതിൽ ഭവ്യ ചോദിച്ചതിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഇന്നലെ ഒരു ഇടപെടൽ നടന്നു. ഇനി പരസ്യ പ്രതികരണത്തിലേക്ക് ആരും തന്നെ പോകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ പ്രതികരണങ്ങൾ തന്നെ പലയിടത്തും തന്നെ ക്ഷീണമുണ്ടാക്കി എന്ന് പറയുന്നു. ജാഗ്രതയില്ലാത്ത പ്രതികരണങ്ങളായിരുന്നു ഇന്നലെ നടന്നത് എന്ന ഒരു പൊതു വിലയിരുത്തൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനിയൊരു അഭിപ്രായം പറയുന്നത് യോഗത്തിൽ മാത്രം മതി, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വേണ്ട. അങ്ങനെയൊരു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വായിക്കപ്പെടും. ആ സംഘടനയ്ക്കകത്തെ വിഷയങ്ങൾ പൊതുനിരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ആരും തന്നെ പോകരുത് എന്നെല്ലാം തന്നെ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഒരു പരിധിവരെയും പാലിക്കപ്പെടാനേ സാധ്യത കാണുന്നുള്ളൂ. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ ഇതിനകത്ത് രൂക്ഷമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിലൊരു മിതത്വം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാം. പക്ഷേ യോഗത്തിന് ശേഷം വീണ്ടും അത് ഒരു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് നമുക്കറിയാം വി മുരളീധരന്റെ തണലിൽ വളർന്നു വന്ന നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന്. പക്ഷേ ആ കെ സുരേന്ദ്രൻ തന്നെ അല്ലെങ്കിൽ വി മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനെ തള്ളിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തി നമ്മൾ കണ്ടു. അതേ സാഹചര്യത്തിൽ ഇന്നലെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വി മുരളീധരൻ ഒരു കുത്തും അദ്ദേഹം നൽകിയത് നമ്മൾ കണ്ടു. അപ്പോൾ അതുമാത്രമല്ല സി കൃഷ്ണകുമാർ പക്ഷമാണെങ്കിൽ പ്രധാനമായും പി കെ കൃഷ്ണദാസ് പക്ഷമാണെങ്കിൽ പ്രധാനമായും വി മുരളീധരനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ആ തരത്തിലൊരു ചർച്ചയ്ക്കും ഇന്ന് ഈ യോഗത്തിൽ സാധ്യതയുണ്ടോ ഡാനി? അത്തരം സാധ്യതകൾ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് ഭവി ചോദിച്ചതുപോലെ ഈ കെ സുരേന്ദ്രൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം കെ സുരേന്ദ്രൻ എങ്ങനെ ഈ പാർട്ടിയിൽ ഇത്രമേൽ അപ്രമാദിത്വം ഉള്ള ഒരാളായി തീർന്നു എന്നതെല്ലാം തന്നെ നമുക്കറിയാം. പക്ഷേ അത്തരം കൈകളുടെ പരിലാളനകൾ ഇപ്പോഴുണ്ടോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം അങ്ങനെയുള്ള നീക്കങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു. നമ്മൾ വി മുരളീധരൻ്റെ ഒരു വലിയ പിന്തുണ ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് പുറത്തേക്ക് വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടുപേരുടെയും സമിതിയായ പ്രതികരണങ്ങൾ നമ്മളത് ഓർത്തു വയ്ക്കേണ്ടതാണ്. കാരണം ഇതിൽ കെ സുരേന്ദ്രൻ തനിക്ക് വരാനിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ഒരു പരിധിവരെ അദ്ദേഹം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഏത് നടപടിക്കും താൻ വിധേയനാണ് എന്നതെല്ലാം ഒരു വട്ടം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അത് പുറത്താകലിന് മുൻപ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതാണോ അതോ അങ്ങനെ ഒരു നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി? കാരണം ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് വേറൊരു രീതിയിൽ വായിക്കപ്പെടും എന്നത് കെ സുരേന്ദ്രനൊപ്പമുള്ളവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട്ടെ ഈ കനത്ത തോൽവി അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തലക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണെന്ന് എല്ലാവരും തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഉത്തരവാദിത്വം ആർക്കാണെന്ന് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായ ഒരു നടപടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് ഇനി എത്ര ദൂരം എന്നത് തന്നെയാണ് ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന ചർച്ച. അതിന് എത്രമാത്രം പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കെ സുരേന്ദ്രപക്ഷം ആലോചിക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാവരുടെയും തന്നെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ ഇതിലൊരു അഴിച്ചുപണിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. ഭവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി അത് നേതൃത്വത്തിന്റെ തലക്കേറ്റ അടി തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന നേതൃയോഗം സംഭവ ബഹുലമായിരിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഡാനി പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലെ ആത്മകഥാ വിവാദത്തിൽ തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയുമെന്നും പി ജയരാജൻ പ്രതികരിച്ചു. പ്രസാധകർ പാലിക്കേണ്ട മര്യാദ DC ബുക്സ് പാലിച്ചില്ലെന്ന് വിമർശിച്ച പി ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കി. തികച്ചും ഇതൊരു ആസൂത്രിതമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ്. എനിക്ക് ലഭ്യമാക്കാൻ കഴിയാവുന്നിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ കേന്ദ്രബിന്ദു ഈ കോൺസ്പിറസി എവിടെ നിന്ന് വന്നു, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചുകൊണ്ടും എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. DGPക്ക് ഞാൻ പരാതി എഴുതി തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വക്കേറ്റ് വിഷൻ മുഖാന്തരം ഒരു നിയമവശം ലീഗൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. സാധാരണ പുസ്തക പ്രസാധകന്മാർ ഉയർന്ന നിലവാരം പുലർത്താറുണ്ട്.
ഇതെല്ലാം ഇവിടെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ ഇതൊരു ഗൂഢാലോചനയാണ്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. പാർട്ടിക്കകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പി ജയരാജൻ പറയുമ്പോൾ അന്വേഷിച്ചേ മതിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിനിടയിലേക്ക് ബാരിക്കേഡ് തകർത്ത ലോറി പാഞ്ഞു കയറുകയായിരുന്നു. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. നാട്ടിക JK തിയേറ്ററിന് സമീപം പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചത് ക്ലീനറാണെന്നും ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചിരുന്നതായും പോലീസ് പ്രതികരിച്ചു. കണ്ണൂർ സ്വദേശികളായ ക്ലീനർ അലക്സ്, ഡ്രൈവർ ജൂസ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ പ്രതികരിച്ചു. രാജു ഗുരുവായൂർ ചേരുന്നു വിവരങ്ങളുമായി. രാജു, ഇന്ന് ഈ നാടിനെ മുഴുവൻ വേദനയിലാക്കിയൊരു വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അതിദാരുണമായ 5 മരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറെ വേദനിപ്പിക്കുന്നത് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കൃത്യമായി ഈ ഡ്രൈവറുടെയും ക്ലീനറുടെയും അനാസ്ഥ തന്നെയാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. എന്താണ് പോലീസ് പറയുന്നത് ഈ ഒരു അപകടത്തെ പറ്റി? രാജു, തൃശൂർ നാട്ടികയിലാണ് ഈ സംഭവം പുലർച്ചെ 4 മണിയോടെ ഉണ്ടായത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാളിയപ്പൻ 50 വയസ്സ്, നാഗമ്മ 39 വയസ്സ്, ബംഗാഴി 20 വയസ്സ്, ജീവൻ 4 വയസ്സുള്ള കുട്ടി, പിന്നെ 1 വയസ്സായി 2 മാസം മാത്രം പ്രായമുള്ള വിശ്വ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇവർ പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ, അതായത് ഗോവിന്ദാപുരം സ്വദേശികളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അലക്സ്, ജോസ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ മദ്യപിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണം വരുന്നത്. ഇവരിൽ നിന്നും ഇവർ 50 മീറ്റർ, അതായത് ഡിവൈഡർ ഇടിച്ചു തകർത്ത ശേഷം 50 മീറ്റർ ദൂരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാടോടി സംഘത്തിന്റെ ടെന്റിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് 5 പേരും തൽക്ഷണം മരിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പരിക്കേറ്റവരുടെ നില ഏറെ ആശങ്കാജനകമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സമീപത്തെ ആശുപത്രിയിൽ നിന്നും ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കുട്ടിയുടെ കാലിലൂടെ ലോറി കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ തലയിലൂടെയാണ് ലോറി കയറിയിട്ടുള്ളത്. പരിക്കേറ്റവർക്കും ഗുരുതരമായ അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു വിവരം, ലോറിയിൽ ഉണ്ടായിരുന്നത് 2 പേരാണ്. ഇവർ കണ്ണൂർ ആലങ്കോട് സ്വദേശികളാണ്. ഇവർ മദ്യപിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ലോറി ഡ്രൈവർ ജോസും ക്ലീനർ അലക്സും ആണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ വളരെയധികം മദ്യപിച്ചിട്ട് ഇയാൾക്ക് ലോറി ഡ്രൈവറായ ജോസ് വാഹനത്തിൽ കിടക്കുകയായിരുന്നു. അതേസമയം ക്ലീനറായ അലക്സ് ആണ് ലോറി ഓടിച്ചിരുന്നത് എന്നും പോലീസ് ഇപ്പോൾ പറയുന്നു. ശരി രാജു, ദയവായി തുടരുക. നമുക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം ഞാൻ രാജുവിലേക്ക് എത്താം. ഒരു തടി ലോറി അമിത വേഗതയിൽ വന്ന് അവിടെ പണി നടക്കുന്ന റോഡിന്റെ അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കുന്ന സമയത്തേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയിരിക്കുന്നത്. 5 പേര് മരിച്ച വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 6 പേർ പരിക്കായിട്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ട്. എസ് രാജു ഗുരുവായൂർ തുടരുന്നു. രാജു, അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. 6 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ 6 പേരുടെയും നില ഗുരുതരമാണെന്നാണോ നമുക്കറിയാൻ സാധിച്ചത് രാജു? തീർച്ചയായും 6 പേരുടെയും നില അതീവ ഗുരുതരമായിട്ടാണ് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഒരാൾ മാത്രമാണ്, 7 പേരായിരുന്നു ആദ്യം പരിക്കേറ്റിരുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പരിക്ക് നിസ്സാരമായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരുടെയും നില ആശങ്കാജനകമാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ലോറിയിലെ ഡ്രൈവർ സീറ്റിൽ കിടക്കുകയായിരുന്നു. അതേസമയം ലൈസൻസ് പോലും ഇല്ലാത്ത ക്ലീനർ അലക്സ് ആണ് ലോറി ഓടിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമ്മുടെ നിരത്തുകളിൽ നാം എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ലൈസൻസ് പോലും ഇല്ലാത്ത അലക്സ് ഓടിച്ച ലോറിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാക്കിയത് എന്ന വിവരമാണ് ഔദ്യോഗികമായി പുറത്തു വരുന്നത്. ഭവ്യ, രാജു, ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ കഴിയുന്നവരായിരുന്നോ, അല്ലെങ്കിൽ അവർ മറ്റെവിടെന്നെങ്കിലും യാത്ര ചെയ്തു വരുന്ന ക്ഷീണിച്ച് കിടന്നവരായിരുന്നോ, അല്ലെങ്കിൽ സ്ഥിരമായി അവിടെ കഴിയുന്ന ആളുകളായിരുന്നോ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാവരും?
നമുക്കറിയാൻ കഴിഞ്ഞത് ഇവർ നാടോടികളല്ല, ഗോവിന്ദാപുരം ബോർഡറിൽ നിന്ന് താമസം മാറി ഇവിടെ വന്ന് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇവിടെയല്ല കിടന്നിരുന്നത്, അല്പം അകലെ മാറിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകാദശി നടക്കുന്നുണ്ട്. ഏകാദശിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി അധികം ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ അവിടെ കിടന്നിരുന്ന ഭാഗത്തു നിന്നും പിന്നീട് സുരക്ഷിതമായി, അതായത് വാഹനങ്ങളൊന്നും അനുവദിക്കാത്ത സ്ഥലത്ത് ഇവർ ടെന്റ് കെട്ടി അവിടെ ഇപ്പോൾ 15ഓളം പേർ ഇവിടെ താമസിച്ചു വരികയായിരുന്നു. ഇവർ പല ജോലിക്കായിട്ടാണ് പോകുന്നത്. പല തെങ്ങുകയറ്റത്തിനായും മറ്റു പുറം ജോലികൾ പലതും ചെയ്തു വരുന്നവരാണ് ഇവർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം ഇവർ കുറെ കാലങ്ങളായിട്ട് തൃപ്രയാർ അതുപോലെ തന്നെ നാട്ടിക ഏരിയകളിൽ തമ്പടിച്ച് കഴിയുന്നവരാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഭവ്യ. ശ്രീ രാജഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ അടിത്തറയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം പൂർത്തിയാവുകയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 3 വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 1949 നവംബർ 26-ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിന്റെ രേഖപ്പെടുത്തലാണ് ഇന്നേ ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് വേണ്ടിവന്നത്. 1934-ൽ എം.എൻ. റോയാണ് ഭരണഘടനാ അസംബ്ലി ആവശ്യമാണെന്നുള്ള ആശയം മുന്നോട്ട് വച്ചത്. 1940-ൽ ഈ ആശയം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചതോടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനായി ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. 1946 ഡിസംബർ 9-ന് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടത്തി. 3 വർഷമെടുത്താണ് അസംബ്ലി ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. 1946 ഡിസംബർ 13-ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനാ അസംബ്ലിയിലെ 17-ലധികം കമ്മിറ്റികളിൽ ഒന്നായിരുന്നു അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് 1947 ഓഗസ്റ്റ് 29-നാണ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കായി ഒരു കരട് ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. 1948 ഫെബ്രുവരിയിൽ നിർമ്മാണ സഭാ അധ്യക്ഷന് മുന്നിൽ അംബേദ്കർ ഭരണഘടന സമർപ്പിച്ചു. മാർച്ചിൽ ജനങ്ങളുടെ അഭിപ്രായത്തിനായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അഭിപ്രായം രേഖപ്പെടുത്താൻ 8 മാസം നൽകി. എല്ലാ നടപടിക്രമത്തിനും ശേഷം 1949 നവംബർ 26-ന് ഭരണഘടന നിർമ്മാണ സഭയുടെ അംഗീകാരം നേടി. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലതല്ലെങ്കിൽ അത് ചീത്തയാകുമെന്ന് 1949 നവംബർ 25-ന് ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ പറഞ്ഞിരുന്നു. സമകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കൈക്കൊണ്ടെഴുതിയ യഥാർത്ഥ പകർപ്പ് പാർലമെന്റ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഓരോ പേജിലും ഒരു സ്വർണ്ണ ഇലയുടെ ഫ്രെയിമും ഓരോ അധ്യായത്തിന്റെയും ആദ്യ പേജിൽ ചില കലാസൃഷ്ടികളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് ഇന്ന് 75 വർഷം. 75ാം വാർഷികാഘോഷം പാർലമെന്റിൽ നടക്കും. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലാണ് സംയുക്ത സമ്മേളനം. സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സംയുക്ത സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യവും പങ്കെടുക്കും. ആർ രാകേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, ഈ വാർഷിക ദിനത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നടക്കുന്ന ചടങ്ങുകൾ, പരിപാടികൾ? ഭവ്യ, ഇന്ത്യ പോലെ വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ ഒരു കൊടക്കീഴിൽ നിർത്തുന്ന ശക്തിയാണ് നമ്മുടെ ഭരണഘടന. പ്രത്യേകിച്ച് ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഭരണഘടനയുടെ ആമുഖത്തിലെ സെക്കുലർ ഒപ്പം തന്നെ സോഷ്യലിസ്റ്റ് എന്ന പദങ്ങൾ നീക്കാനാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്ത് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം ഭരണഘടനയുടെ സംരക്ഷകർ ആര് എന്ന് സംബന്ധിച്ച വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് 75ാം വാർഷികം കടന്നു വരുന്നു എന്നുകൂടി ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഭരണഘടന അടക്കം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രചാരണം നയിച്ചതും പിന്നീട് സത്യപ്രതിജ്ഞ അടക്കം അങ്ങനെ ചെയ്തതുമൊക്കെ. ഏതായാലും ആ ഒരു ഘട്ടത്തിലാണ് 75ാം വാർഷികം കടന്നു വരുന്നത്. ഇന്ന് ഏതായാലും വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്.
പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലാണ് ഇന്ന് 75ാം വാർഷികം ആഘോഷിക്കുന്ന സംയുക്ത സമ്മേളനമാണ് ചേരുക. 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, ഒപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും സംസാരിക്കും. ഏതായാലും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരുന്നു ഇന്ത്യ സഖ്യം. എന്നാൽ സർക്കാർ അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം കാര്യങ്ങൾ അറിയാതെയുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണമായി വന്നിട്ടുള്ളത്. പകരം പ്രതിപക്ഷ നേതാക്കൾക്ക് ഇരിപ്പിടമുണ്ടാകും, വേദിയിൽ ഇരിപ്പിടമുണ്ടാകും എന്നുകൂടി സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പാർലമെന്റിൽ മാത്രമല്ല സുപ്രീം കോടതിയിലും ഇത്തരം ചടങ്ങുകൾ 75ാം വാർഷികം ആചരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസാരിക്കും. ഭവ്യ. ശരി, ആർ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. അപകടം പുലർച്ചെ. മരിച്ചത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘം. അപകടമുണ്ടാക്കിയത് കണ്ണൂരിൽ നിന്ന് വന്ന തടി കയറ്റിയ ലോറി. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം പ്രകടിപ്പിച്ച നാട്ടുകാർ. പരസ്യച്ചേരിപ്പോരിനിടെ നിർണായക BJP യോഗം ഇന്ന് കൊച്ചിയിൽ. പാലക്കാട്ട് എങ്ങനെ വോട്ട് കുറഞ്ഞെന്ന വിലയിരുത്തൽ പ്രധാന അജണ്ട. തോൽവിക്ക് ശേഷമുള്ള പ്രസ്താവന യുദ്ധങ്ങൾ ചർച്ചയാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. വയനാട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് എൽസൺ ഹാരിസൺ എസ്റ്റേറ്റ് ഉടമകൾ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ട് DGPക്ക് കൈമാറി. കോട്ടയം SP ഷാഹുൽ ഹമീദാണ് റിപ്പോർട്ട് കൈമാറിയത്. നേരത്തെ രവി DCയുടെ മൊഴി ശരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ തിരക്ക്. 20,788 തീർത്ഥാടകരാണ് 7 മണിവരെ ദർശനം നടത്തിയത്. 12ാം വിളക്ക് ദിനമായ ഇന്ന് കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് MS സനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ വാരാന്ത്യം മുതൽ ആരംഭിച്ച ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. തുടർച്ചയായ ദിനങ്ങളിൽ 70,000-ലധികം ആളുകളാണ് അയ്യപ്പനെ ദർശിക്കാനായി സന്നിധാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 30,000-ലധികം തീർത്ഥാടകർ ഇന്ന് രാവിലെ മാത്രം അയ്യപ്പ ദർശനത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ നട തുറന്നപ്പോൾ ഈ ഭക്തരുടെ നീണ്ട നിര നടപ്പന്തലം കഴിഞ്ഞ് നീളുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ തിരക്ക് ക്രമാതീതമായി ഉയരുമ്പോഴും കാര്യമായ അലോസരങ്ങൾ എവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. സുഗമമായ ദർശനം അയ്യപ്പ ഭക്തന്മാർക്ക് നടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത്. കൃത്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 മിനിറ്റിൽ ഏതാണ്ട് 80-ലധികം ആളുകളെയാണ് 18ാം പടി വഴി മുകളിലേക്ക് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. 2ാം പോലീസ് ബാച്ച് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഏതാണ്ട് 70 പേരെ വെച്ച് പ്രതി മിനിറ്റിൽ കടത്തിവിട്ടെങ്കിലും പിന്നീട് അത് 80-ലേക്ക് ഉയർത്തിയിരിക്കുന്നു. 80 പേരെ 1 മിനിറ്റിൽ കടത്തിവിടുമ്പോൾ തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാം എന്ന ഒരു കണക്കൂട്ടിലാണ് പോലീസിനുള്ളത്. ഒപ്പം
ഈ കേരളത്തിലെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ശബരിമല മണ്ഡലം മഹോത്സവവുമായി ബന്ധപ്പെട്ട മാലയിട്ട ശേഷം തീർത്ഥാടനം ഏതാണ്ട് 10 നാൾ പിന്നിട്ട ശേഷമുള്ള 12 വിളക്ക് നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ക്ഷേത്രങ്ങളിലും മറ്റും വിവിധ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ചടങ്ങിന് ശേഷമാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും കൂടുതൽ മലയാളി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുക. കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുകയും തിരക്ക് നിയന്ത്രണാതീതമായി മാറുകയും ഒക്കെ ചെയ്തത് ഈ 12 വിളക്ക് കഴിഞ്ഞ ശേഷമാണ്. അതുകൊണ്ട് ഈ 12 വിളക്കിന് ശേഷമുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതായും ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. കാരണം മുൻകൂർ ഒരു തീയതി നിശ്ചയിച്ച് ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പലപ്പോഴും ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുള്ള ഒരു ദിവസമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അവ ക്യാൻസൽ ചെയ്ത് പിന്നീട് തീർത്ഥാടകരിൽ പലരും ഈ സ്പോട്ട് ലൈവ് ബുക്കിങ്ങിനായി പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലേക്കുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 10,000 മുതൽ 15,000 20,000 വരെയൊക്കെ ഓൺലൈൻ ക്യൂവിൽ അല്ലെങ്കിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ആളുകൾ സന്നിധാനത്തേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഒരുപക്ഷെ ഇത്തരം തീർത്ഥാടകർ തങ്ങളുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്താൽ മറ്റുള്ള ആളുകൾക്ക് അവസരം ഉണ്ടാകും എന്നും പറയുന്നു. എന്തായാലും വരും ദിനങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ലൈവ് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 മണിക്കൂറും ഇത്തരം ലൈവ് ബുക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ബോർഡ് വ്യക്തമാക്കുന്നു. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നിൽ ഉള്ളത്. ശബരിമല സന്നിധാനത്ത് നമുക്ക് ശബരിമലയുടെ വാർത്തയിലേക്ക് തിരിച്ചെത്താം. അതിന് മുൻപ് ഇപ്പോൾ കൃഷ്ണദാസ് മാധ്യമങ്ങളെ കാണും. ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഞങ്ങളുടെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും വളരെ അഹോരാത്രം ആത്മാർത്ഥതയോടെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ട നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ പരിഹാരം കാണും. ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ അവിടുത്തെ പാലക്കാട് വനിതാ ചെയർപേഴ്സണൊന്നും വർക്കിനിറങ്ങിയില്ലെന്ന് പറയുന്നുള്ളതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവര് എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ അവരുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് പോലും കൃത്യമായിട്ട് അവിടെ പ്രചരണത്തിനെത്തിയിരുന്നു. എന്റെ കൂടെ ട്രാക്ടർ റാലിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. 22 കിലോമീറ്ററോളം ട്രാക്ടർ റാലിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണ സമയം അവിടെ പ്രവർത്തിക്കാനായിട്ട് അവരുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് പ്രത്യേകമായിട്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതലകളുണ്ടായിരുന്നു. ഫ്ളാറ്റുകളുടെ സമ്പർക്കം, അതുപോലെ റെസിഡൻഷ്യൽ കോളനികളുടെ സമ്പർക്കം, കീ വോട്ടർ സമ്പർക്കം. സ്ഥാനാർത്ഥി നഗരപ്രദേശത്ത് പര്യടനം നടത്തുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഇതിലെല്ലാം അവർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പാർട്ടിക്ക് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുമില്ല. ഇതെല്ലാം മാധ്യമ സൃഷ്ടികളാണ്. ഞങ്ങൾ അവിടെ ഒരൊറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കുറവ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കും. ആരാ പറഞ്ഞ വോട്ട് കുറവ്? ഞാൻ ചോദിക്കട്ടെ, 2016 ഞങ്ങളുടെ വോട്ട് എത്രയാണ്? 76.7% വോട്ട് പോൾ ചെയ്യപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 40,000 വോട്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ സാർക്ക് കിട്ടിയ വോട്ട് മുഴുവൻ BJPയുടെ വോട്ടാണോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. MP രാജേഷിന് ഒറ്റ കാര്യം 44,000 വോട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ MP രാജേഷിന് കിട്ടി. 2006 KK ദിവാകരൻ CPMന്റെ MLA ആയിരുന്നു. 42,400 വോട്ട് കിട്ടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. CPMന് ഇപ്പോൾ കിട്ടിയ വോട്ട് എത്രയാ? 37,000. നിങ്ങൾ CPM വലിയ മുന്നേറ്റം നടത്തി വരും. CPMന്റെ 7,000 വോട്ട് എവിടെ പോയി? അത് ചർച്ച ചെയ്യുന്നില്ല. ഷാഫി പറമ്പിലിന് 2016 കിട്ടിയ വോട്ടാണ് 58,000. ആ വോട്ട് തന്നെയാണ് UDFന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ടിൽ ഒരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക്, നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഞങ്ങൾക്ക് 50,000 വോട്ടെത്താൻ കഴിഞ്ഞത്. ശ്രീധരൻ സാറെ പോലെയുള്ള ഒരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് വോട്ടുകൾ ധാരാളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് 40,000 വോട്ടാണ്. വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ട് വോട്ട് കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതെന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തും. ഈ സംഘടനയ്ക്കകത്ത് കേഡർ പാർട്ടിയാണ്. ഈ സംഘടനയ്ക്കകത്ത് പരസ്യ പ്രസ്ഥാനങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് എൻ ശിവരാജന്റെയും പ്രമീള ശശിധരന്റെയും ഒക്കെ ഭാഗത്ത് പ്രസ്താവന ഉണ്ടാകുന്നത്. ശ്രീമതി പ്രമീള ശശിധരൻ അവര് വലിയൊരു രാഷ്ട്രീയക്കാരിയല്ല. ഇന്നലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് പോയി പറയാണ് 18 കൌൺസിലർമാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അവര് കാലത്ത് അവരുടെ ആ ഒരു വികാരപരമായിട്ട് ആ സമയത്ത് അവർ പ്രതികരിച്ചാണ്.
അവർക്ക് കൃത്യമായിട്ട് അതിനുശേഷം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു കാര്യം കൗൺസിലർമാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളെ സംബന്ധിച്ചോ ഒരു പരാതിയും ഒരെവിടെയും സമർപ്പിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. കാലത്ത് മുനിസിപ്പൽ ഓഫീസിൽ പോയ അവരോട് എല്ലാ മാധ്യമ പ്രതിനിധികളും പോയി ചോദിക്കണം, 18 ആൾക്കെതിരെ കൗൺസിലർമാർക്കെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിന് എന്താണ് നിങ്ങളുടെ പ്രതികരണം ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന നഗരസഭാ കൗൺസിലർ മാത്രമായിരുന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരിയല്ലാത്ത അവർ പ്രതികരിക്കും. അവർ വികാരം കൊണ്ട് പ്രതികരിക്കും. മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇത് ഇന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതും ഈ വൈകാരികമായി പറഞ്ഞതാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ശിവരാജേട്ടനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ആൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ അതൊക്കെ സംഘടന അദ്ദേഹത്തോട് സംസാരിക്കും. അതിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളെ പാലക്കാട് 86 അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ലീഡർ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാരണം എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. തീർച്ചയായിട്ടും എല്ലാത്തിനും നടപടിയാണോ പരിഹാരം? സംഘടനയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസം, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ അവരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. നടപടി ഉണ്ടാകില്ല. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്റെ നിങ്ങൾക്ക് ശ്രീ ശിവരാജേട്ടനെതിരെ നടപടി എടുപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് പറഞ്ഞാൽ പോരെ? അത് പറയൂ. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാൾക്കെതിരായിട്ട് നടപടി ആഗ്രഹിക്കുന്ന ആളല്ല. എന്റെ പാർട്ടിയിലെ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി, നിങ്ങൾ പറഞ്ഞ അതേ പോസ്റ്റിലിരുന്ന് ഞാൻ പറയുന്നു, എന്റെ പാർട്ടിയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകരെ മുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും പാർട്ടിയോട് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. 100%. അല്ല, ആരാ പരാതി കൊടുത്തില്ല? നിങ്ങൾ പറയുള്ളൂ 18 ആൾക്കെതിരെ പരാതി കൊടുത്തു. ആ കൊടുത്ത പരാതിയുടെ ഒരു ചെറിയൊരു പീസ് കാണിച്ചതാ. എനിക്കറിയണമല്ലോ. അല്ല, നിങ്ങൾ പറയണമല്ലോ 24 അല്ല, നിങ്ങളാണല്ലോ ആദ്യമായിട്ട് കൊടുത്ത ന്യൂസ് 18 ആൾക്കാരെ പരാതി. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കാൻ പോകുന്നു പറഞ്ഞു. അദ്ദേഹം പോലും അറിയാത്ത രാജി നിങ്ങളല്ലേ പടച്ചു വിട്ടത്? അത് ഞാനല്ല തീരുമാനിക്കേണ്ടതല്ലോ. അല്ല, ജനറൽ സെക്രട്ടറിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി അല്ല, എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ബിജെപിയുടെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ബിജെപിയുടെ സംവിധാനത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. 4 ജനറൽ സെക്രട്ടറിമാരുണ്ട് പാർട്ടിയിൽ. അറിയോ? ഞാൻ എന്റെ പാർട്ടിയിൽ ഉന്നയിക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. എനിക്ക് ആ വ്യക്തിപരമായിട്ട് ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇതല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയോ പാർട്ടി നിശ്ചയിക്കുന്നു, ഞാൻ മത്സരിക്കുന്നു. ഞാൻ പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ കുറവുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും. അതിൽ കുറവുണ്ടെങ്കിൽ നികത്തും. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ പ്രമിള ചേച്ചിയും 2000 മുതൽ ഒന്നിച്ച് കൗൺസിലറായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്റെ ഒരു സഹോദരിക്ക് തുല്യമാണ്. എന്റെ ഒരു ചേച്ചിയെ പോലെ ഉള്ള ആളാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ അത്തരം ഒരു എന്റെ സഹോദരി സ്ഥാനത്തുള്ള എന്റെ ചേച്ചിയുടെ സ്ഥാനത്തുള്ള പ്രമിള ചേച്ചി പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് പരിശോധിക്കും. അതിനുള്ള തിരുത്തൽ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് വരുത്തും. എന്താ സംശയം? സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാലക്കാട് പടലപ്പിണക്കത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രധാനമായി ശോഭാ സുരേന്ദ്രൻ പ്രചാരണത്തിൽ സജീവമായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് പരാതിയില്ല. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ ഇന്നലെ വിമർശനം ഉന്നയിച്ച നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരന്റെ പരാമർശത്തിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ശബരിമല വാർത്തകളിലേക്ക് വരാം. ഇനി അതിന് മുൻപൊരിടവേള. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞു കയറി 5 പേർക്ക് ദാരുണാന്ത്യം. അപകടം പുലർച്ചെ. മരിച്ചത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘം. അപകടമുണ്ടാക്കിയത് കണ്ണൂരിൽ നിന്ന് വന്ന തടി കയറ്റിയ ലോറി. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം പ്രകടിപ്പിച്ച നാട്ടുകാർ. പരസ്യച്ചേരിപ്പോരിനിടെ നിർണായക BJP യോഗം ഇന്ന് കൊച്ചിയിൽ. പാലക്കാട്ട് എങ്ങനെ വോട്ട് കുറഞ്ഞെന്ന വിലയിരുത്തൽ പ്രധാന അജണ്ട. തോൽവിക്ക് ശേഷമുള്ള പ്രസ്താവനാ യുദ്ധങ്ങൾ ചർച്ചയാകും.
സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. വയനാട് പുനരധിവാസത്തിന് ഭൂമിയേറ്റ തിരികെ വാർത്തയിലേക്ക്. ശബരിമല സന്നിധാനത്ത് ഏറ്റവും ക്ലേശമേറിയ സേവനങ്ങളിൽ ഒന്നാണ് 18ാം പടി ഡ്യൂട്ടി. 18ാം പടിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഭക്തരെ കടത്തിവിട്ടാൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാനാകും. കല്ലും മുള്ളും കാലുക്കുമെത്തയാക്കി മലകയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ഏറെ വൈകാരികമാണ് പൊന്നും 18ാം പടി കയറ്റം. ഇരുമുടിക്കെട്ടുമേന്തി 18ാം പടിയിലെത്തുമ്പോൾ ഭക്തർ സ്വയം മറക്കും. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷിത കരങ്ങൾ നിമിഷനേരം കൊണ്ട് തീർത്ഥാടകരെ കൊടിമര ചുവട്ടിലെത്തിക്കും. ഒരു മിനിറ്റിൽ 80 പേരെങ്കിലും പടിച്ചവിട്ടിയാൽ തിരക്ക് നിയന്ത്രണ വിധേയം എന്നാണ് കണക്ക്. ശാരീരിക അധ്വാനം ഏറെ ആവശ്യമുള്ളതിനാൽ 15 മിനിറ്റ് ഇടവേളകളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റും. സന്നിധാനത്ത് തന്നെ 18ാം പടി ഡ്യൂട്ടിക്കാർക്ക് വിശ്രമ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണവും ആരോഗ്യ പാനീയവുമൊക്കെ ഇവിടെ സജ്ജം. ഇപ്രാവശ്യം പുതിയതായിട്ടൊരു ലാഡർ സിസ്റ്റം. ആ ലാഡറിൽ നിന്നിട്ടാണ് അവർക്ക് 2 കൈയും കൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് സ്വയംവരെ മുകളിൽ കയറ്റാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ നമ്പർ 80ലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ 15 മിനിറ്റ് ഇടവിട്ട് മാറ്റും. അതെ, 15 മിനിറ്റ് ഇടവിട്ടിട്ടാണ് അവരെ മാറ്റുന്നത്. കാരണം അത് കായികമായിട്ട് ഒത്തിരി അധ്വാനമുള്ള ജോലിയാണ്. ഏറെ കായിക അധ്വാനം ആവശ്യമുള്ള ഡ്യൂട്ടിക്ക് പരമാവധി പരിചയസമ്പന്നരെയാണ് നിയോഗിക്കാറ്. ജോലി ശ്രമകരമെങ്കിലും 18ാം പടി ഡ്യൂട്ടി പലരും നിയോഗമായി കരുതുന്നു. നല്ല ടീം വർക്കാണിത്. ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ടീമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയും അതെ വളരെയധികം സന്തോഷത്തോടെയും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ക്ഷീണം അറിയില്ല. എന്നിരുന്നാലും നമ്മൾക്ക് കായികാധ്വാനം ഭയങ്കര ആവശ്യമായിട്ടുള്ള ശബരിമലയിലുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ സന്നിധാനത്തിന്റെ ഈ 18ാം പടി. നിലവിൽ 18ാം പടി കടന്ന് ഫ്ളൈ ഓവറിലൂടെ ചുറ്റിയാണ് ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാൻ കഴിയുന്നത്. നേരിട്ടുള്ള ദർശനത്തിനായി ദേവസ്വം ബോർഡ് തയ്യാറെടുപ്പ് ആരംഭിച്ചതോടെ 18ാം പടി കടക്കുന്നതിലെ വേഗം ഇനി തീർത്ഥാടനത്തിൽ കൂടുതൽ നിർണായകമാവും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. PV അൻവറിനെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി നൽകിയ ക്രിമിനൽ അപകീർത്തി ഹർജി തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ കഴിഞ്ഞ ഒക്ടോബർ 3-ന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം. നടപടി നൽകാത്ത സാഹചര്യത്തിലാണ് ക്രിമിനൽ കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത്, ലൈംഗികാതിക്രമം, RSS ബന്ധം എന്നിങ്ങനെ വിവിധ സമയങ്ങളിലായി P ശശിക്കെതിരെ അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ചോദ്യം ചെയ്തത് എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മോഡൽ ടൌൺഷിപ്പ് നിർമ്മിക്കാനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടി ചോദ്യം ചെയ്ത എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നടപടികൾക്ക് ഹർജി തീർപ്പാകുന്നതുവരെ ഹൈക്കോടതിയുടെ സ്റ്റേയുണ്ട്. ഭൂമി തൽക്കാലം ഏറ്റെടുക്കില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. മറക്കരുത് നമ്മുടെ വയനാടിനെ. ചൂരൽ മലയടിവാരത്ത് കാപ്പിത്തോട്ടത്തിന് നടുവിൽ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു അണ്ണയ്യന്. സർവ്വതും തകർത്തെറിഞ്ഞ ഉരുൾ ജലം കൊണ്ടുവന്ന കൂറ്റൻ മരങ്ങൾ ഇദ്ദേഹത്തിന്റെ വീടും അതിനേക്കാൾ പ്രിയപ്പെട്ട കാപ്പിത്തോട്ടത്തെയും തുടച്ചു നീക്കി. സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്ന ചൂരൽമലയിലെ പലരിലൊരാളാണ് ഈ അണ്ണയ്യനും.
സ്ഥലമാണ് എൻ്റെ 2 ഏക്കർ തോട്ടാണ് ഈ കാണുന്നത്. ആ വേര് പൊന്തി നിൽക്കുന്നിടത്താണ് എൻ്റെ വീടുള്ളത്. ആ വീടും ഈ 2 ഏക്കർ സ്ഥലവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എൻ്റെ വീട്. ഈ അടുത്ത ഈ 5 വീടും വെള്ളത്തിൻ്റെ അത്താണ്. വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റും, ഒക്കെ വെള്ളത്തിൻ്റെ അത്താണ് ഈ പ്രദേശത്ത്. ഇത് നല്ലൊരു തോട്ടായിരുന്നു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ കൃഷി ചെയ്ത് നല്ല വരുമാനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നവംബറിലെ സൂര്യൻ തലയ്ക്കു മുകളിൽ പൊള്ളിക്കുമ്പോഴും അണ്ണയ്യൻ എന്ന 65-കാരൻ അതറിയുന്നില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ സൂര്യന്റെ ചൂടിനേക്കാൾ പൊള്ളുന്നുണ്ട് ആ ഉള്ള്. ആയുസ്സിന്റെ അധ്വാനമായിരുന്നു, സമ്പാദ്യമായിരുന്നു കാപ്പിയും കമുകും മുളകും നിറഞ്ഞ ആ 2 ഏക്കർ തോട്ടം. ഈ 2 ഏക്കർ തോട്ടം എന്ന് പറഞ്ഞ സാറേ, എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് വന്നിട്ട് 40 വർഷം എസ്റ്റേറ്റിൽ ജോലി ചെയ്തു സൂപ്പർവൈസറായിട്ട്. അതിൽ നിന്ന് ഉണ്ടാക്കിയ വരുമാനമാണ് ഒറ്റ രാത്രി കൊണ്ട് മൊത്തം ഇവിടുന്ന് പോയത്. എന്നുവെച്ചാൽ കാപ്പിത്തോട്ടമായിരുന്നു. ഏക്കറയ്ക്ക് 45 ചാക്ക് കാപ്പി കിട്ടും. അതിന് പുറമെ അടക്ക കിട്ടും, കുരുമുളക് കിട്ടും. ഇതെല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് പോയി. ഇപ്പം ജീവിക്കാൻ മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾക്കുള്ളത്. ഗവൺമെൻറ് ഇതെന്തെങ്കിലും ഒരു ലെവലിൽ ഇതൊരു മാറ്റി തരികയാണെങ്കിൽ എനിക്കിതിൽ വീണ്ടും കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ ഈ പരിസരത്തുള്ളവരെല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഈ നാട്ടിലെ ഏറ്റവും മികച്ച കാപ്പിത്തോട്ടങ്ങളിൽ ഒന്നായിരുന്നു അണ്ണയ്യന്റേത്. കാട്ടിൽ നിന്ന് ഒഴുകി വന്നെത്തിയ കൂറ്റൻ മരത്തടികൾക്കിടയിൽ എവിടെയോ അതിർത്തി പോലും കണ്ടെത്താനാകാതെ കിടക്കുകയാണ് അണ്ണയ്യന്റെ സ്വപ്നഭൂമി. അതിർത്തി എവിടെയാണെന്നുള്ളത് അറിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അതേപോലെ എൻ്റെ അയൽവാസിക്ക് 1 ഏക്കർ തോട്ടം പോയി. അതിൻ്റെ അടുത്ത രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് 80 സെന്റ് സ്ഥലം പോയി. അതേപോലെ ജയപ്രകാശിൻ്റെ അച്ഛനും അമ്മേൻ്റെ ഒരു 80 സെന്റ് സ്ഥലം, സത്യൻ്റെ 70 സെന്റ് സ്ഥലം കൂടുതലുള്ള ഒരു വ്യക്തിയിലായിരുന്നു ഞങ്ങളിവിടെ. അതിൽ അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇനിയൊരിക്കലും പഴയതുപോലെ ഒരു കാപ്പിത്തോട്ടം ഇവിടെ തീർക്കാനാകില്ലെന്ന് ഇദ്ദേഹത്തിനറിയാം. എല്ലാം നഷ്ടമായവരുടെ വേദന സർക്കാർ കാണാതെ പോകരുത് എന്നു മാത്രമാണ് ഇപ്പോൾ ഈ മനുഷ്യന്റെ അഭ്യർത്ഥന. സർക്കാർ ഒന്നും ഇതിനെപ്പറ്റി ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് താമസിക്കുന്നവരുടെ സ്ഥിതി എന്താന്ന് പോലും സർക്കാർ അറിയുന്നില്ല. പിന്നെ ഒരു കിറ്റ് കൊടുക്കുന്ന സംവിധാനം മേപ്പാടിയിൽ വെച്ചിട്ട് ഈ കിറ്റ് ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ സാറേ ഈ ചൂരമ്മല ഭാഗത്ത് ഈ 4 വാർഡിലും ഈ വാർഡ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഗവൺമെൻറ് ഒരു തീരുമാനം വീടിൻ്റെ തന്നെ പുനരധിവാസത്തിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. സ്ഥലം എടുപ്പെന്ന് പറയുമ്പോൾ അത് കേസിലാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗവൺമെൻറ്റിക്ക് ഒരു തീരുമാനം എത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, കേരള ഗവൺമെൻറ് ആയാലും ശരി, 2 കൂട്ടരും അവർ പണ്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്ന അവർ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത് ഉൾപ്പെടെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചർ എന്ന പേരിൽ നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിന്, കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് വയനാട് നമ്മളെല്ലാവരും മനസാക്ഷി തകർത്ത ആ ഒരു വിഷയത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പലതരത്തിലുമുള്ള ന്യായീകരണങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ MP's കോൺഫറൻസ് വളരെ വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ ഞങ്ങളുടേതായ നിർദ്ദേശങ്ങൾ, സാങ്കേതികമായ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തികഞ്ഞ നിഷേധാത്മക നിലപാടാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിയായിരുന്ന ആളുകൾ തന്നെ അതിനെ നിസാരവൽക്കരിക്കുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് MP's കോൺഫറൻസിൻ്റെ പൊതുവായ ഒരു വികാരം വയനാടിന് വേണ്ടി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുക, ഇരകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുക, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക. അതോടൊപ്പം തന്നെ ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള നാമം സാങ്കേതികമായൊരു ടെർമിനോളജി ഇല്ല, കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചർ ആണ് എന്നുള്ളത് ആണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതോടൊപ്പം തന്നെ ഇരകളായിട്ടുള്ള ആളുകൾ, വീട് നഷ്ടപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന് സമാഹരിച്ചിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പദ്ധതികൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. പ്രകൃതി സർവ്വതും തകർത്തെറിഞ്ഞ മുണ്ടക്കൈയുടെ മലഞ്ചെരുവിലേക്ക് പുഴയോരത്തേക്ക് ഇത്തവണയും അവരെത്തി.
ദുരന്തം ഈ നാടിനെ തുടച്ചു നീക്കിയതറിയാതെയാകാം ഇത്തവണ അവരുടെ വസന്തകാലം. മുണ്ടക്കയിൽ നിന്നും അഖിലോട്ടുപാറ പകർത്തിയ പൂമ്പാറ്റകളുടെ മനോഹര ദൃശ്യങ്ങൾ കൂടി കാണാം. വയനാട് കൊല്ലിമൂല ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവത്തിൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെയാണ് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ കേസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കർശന നടപടിക്ക് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു നടപടി. ഇടുക്കി ജില്ലയിലെ കർഷകരെ സർക്കാർ വഞ്ചിക്കുന്നുവെന്നാരോപിച്ച് ആം ആദ്മികളുടെ മണ്ണവകാശ പ്രഖ്യാപന പദയാത്ര. ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കിസാൻ വിംഗും ചേർന്നാണ് പദയാത്ര നടത്തുന്നത്. ആം ആദ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബേസിൽ ജോണിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുകയാണെന്നും ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും പരിഹാരമുണ്ടാകുന്നില്ല എന്നും AAP ആരോപിച്ചു. പദയാത്രയുടെ ഭാഗമായി കർഷക സംവാദ സദസ്സുകളും നടക്കുന്നുണ്ട്. $3000 കടന്ന് ഏലക്കാവില. ഒരു മാസത്തിനിടെ 1000 രൂപയാണ് കൂടിയത്. എന്നാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ വില വർധനയുടെ ഗുണം കാര്യമായി ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ലേലത്തിൽ 3200 രൂപ വരെ വിലയാണ് 1 കിലോ ഏലത്തിന് രേഖപ്പെടുത്തിയത്. കട്ടപ്പന, നെടുങ്കണ്ടം, ശാന്തൻപാറ തുടങ്ങിയ കമ്പോളങ്ങളിൽ 3000 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. ശരാശരി 2000 രൂപയായിരുന്ന ഏലക്കയുടെ വിലയിലാണ് ഒരു മാസം കൊണ്ട് 1000 രൂപയുടെ വർധനവുണ്ടായത്. എന്നാൽ കൃഷിച്ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്തതോടെ വില വർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ്. മുൻപ് വർഷത്തിൽ 6 തവണ വരെ വിളവെടുത്തിരുന്ന ഏലക്ക ഇപ്പോൾ 2 തവണ മാത്രമാണ് പല തോട്ടങ്ങളിലും വിളവെടുക്കുന്നത്. കഴിഞ്ഞ ഉണക്കോടുകൂടിയും ഈ ക്ലൈമറ്റ് തന്നെ ഇപ്പം മാറിപ്പോയി. കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാണ്. ഇതിൻ്റെ പൂ വിരിഞ്ഞാൽ തന്നെ കാ പിടിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു റൗണ്ട് കായെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാ തീർന്നു. ഇനിയിപ്പം ഒരു റൗണ്ടോടെ കായെടുക്കാനേ കഷ്ടിച്ചുള്ളതേ ഉള്ളൂ. അപ്പം ഉൽപ്പാദനക്കുറവ് ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഏലത്തിന് കൂടുതലും ചെടികൾക്ക് കൂടുതലും ഈ ഫംഗസ് ഇതുപോലെയുള്ള അസുഖങ്ങളാണ് ഇത് ഉണ്ടാകുന്നത്. കീടനാശിനി തളിച്ചാലും ഉള്ള പ്രയോജനമൊന്നും കിട്ടുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും ഒച്ചശല്യവും ഏലം കൃഷിക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട്. വളങ്ങളുടെയും കീടനാശിനികളുടെയും വില കുതിച്ചുയർന്നതും കാരണമായി. ന്യൂസ് 18 ഇടുക്കി. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടുക്കി വാത്തിക്കുടിയിലെ ഹോസ്റ്റൽ കെട്ടിടം കാടുകയറി നശിക്കുന്നു. ലക്ഷങ്ങളുടെ മൂല്യമുള്ള ഈ കെട്ടിടത്തിന്റെ നാശത്തിന് പിന്നിൽ പട്ടികവർഗ വികസന വകുപ്പ് അധികൃതരുടെ കെടുകാര്യസ്ഥതയെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായാണ് ഇടുക്കി വാത്തിക്കുടിയിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ സ്ഥാപിച്ചത്. 2006 വരെ കൃത്യമായി കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ഈ ട്രൈബൽ ഹോസ്റ്റൽ പിന്നീട് അടച്ചിട്ടു. 2009 കാട്ടാന ആക്രമണം മൂലം വീട് നഷ്ടപ്പെട്ട ചിന്നക്കനാൽ ആദിവാസികൾക്ക് താൽക്കാലികമായി ഇവിടെ താമസമൊരുക്കിയിരുന്നു. 1 വർഷത്തിനു ശേഷം അവർ പോയതോടെ വാത്തിക്കുടി ട്രൈബൽ ഹോസ്റ്റൽ സാമൂഹ്യ വിരുദ്ധരുടെ മാത്രം താവളമായി മാറി. 2006 വരെ ഇവിടെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഇവിടെ നിർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം. പാവനാൽമ കോളേജും തോപ്രാങ്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിലൊക്കെ ആയിട്ട് നിരവധി കുട്ടികളോട് പഠിച്ചുകൊണ്ടിരുന്ന 25 വർഷമായി ഇത് ആരംഭിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ബിൽഡിങ്ങും ഇതോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു നിർമ്മിതിയാണിത്. നിരവധി കുട്ടികളോട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഈ മേഖലയിൽ വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ ഇത് പരിചരിച്ചു കൊണ്ടുപോകാനോ ഉള്ള താല്പര്യക്കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയെല്ലാം പല കാലങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇവിടെ ഈ സ്ഥലം അന്യാധീനപ്പെട്ടു പോകാതെയും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഗുണകരമായ വിധത്തിലേക്ക് ഇത് പുനർനിർമ്മിച്ചുകൊണ്ടും പുനഃസംരക്ഷിച്ചുകൊണ്ടും അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് നമുക്ക് അഭിപ്രായപ്പെടാനായിട്ടുള്ളത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ജനലുകളും വാതിലുകളുമെല്ലാം പൊളിച്ചു കടത്തി. സമീപത്ത് ജീവനക്കാർക്ക് താമസിക്കുവാൻ സ്ഥാപിച്ച ക്വാർട്ടേഴ്സുകളും തകർന്നു. പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പല സർക്കാർ സ്ഥാപനങ്ങളും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ ഈ അനാസ്ഥ. ന്യൂസ് 18 ഇടുക്കി. രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. 12 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല വ്യവസായങ്ങളെയും ബാധിക്കുകയാണ്. ചിന്നക്കനാലിലെ സിങ്കുകണ്ടം 80 ഏക്കർ 301 കോളനി, മുത്തമ്മ കോളനി, അപ്പർ സൂര്യനെല്ലി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവാണ്. മണിക്കൂറുകളോളമാണ് കറണ്ടില്ലാതെ നാട്ടുകാർ പ്രയാസം അനുഭവിക്കുന്നത്. വൈദ്യുതിയില്ലാത്തത് മൂലം കുട്ടികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലാണ്. ദിവസേന 100 കണക്കിന് സഞ്ചാരികളെത്തുന്ന ചിന്നക്കനാലിലെ വ്യവസായങ്ങളും പ്രതിസന്ധി നേരിടുന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും KSEB രാജകുമാരി ഉള്ള ഓഫീസുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാൽ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കുകയാണ്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലുള്ള റിസോർട്ടുകളും വിദ്യാർത്ഥികളും ബോഡിമെട്ട് തുടങ്ങി പവർ ഹൗസ് ചിന്നക്കനാൽ വരെയുള്ള 13 കിലോമീറ്ററിൽ വൈദ്യുതി ക്ഷാമം വല്ലാതെ മുട്ടുകയാണ്. KSEB രാജകുമാരി സെഷന് കീഴിലാണ് ചിന്നക്കനാൽ. ഇവിടുന്ന് 22 കിലോമീറ്റർ അകലെയാണ് രാജകുമാരി. വൈദ്യുതി മുടങ്ങുമ്പോൾ KSEB അധികൃതരെ വിവരമറിയിച്ചാലും ബലമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് രാജ്യം സാക്ഷിയായിട്ട് ഇന്നേക്ക് 16 വർഷം. മുംബൈ നഗരത്തിന്റെ മർമ്മപ്രധാനമായ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിലടക്കം നടന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളായിരുന്നു. അജ്മൽ കസബ് ഉൾപ്പെട്ട ലഷ്കർ ഇ തോയ്ബ സംഘം മുംബൈയെ മുൾമുനയിൽ നിർത്തിയത് 3 ദിനങ്ങളായിരുന്നു. 2006 ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു 2008-ലേത്. AK-47 ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും പല സ്ഥലങ്ങളിൽ ഒരേ സമയത്തുണ്ടായ ആക്രമണം കൃത്യമായ ആസൂത്രണത്തിലൂടെയായിരുന്നു ഭീകരരുടെ നീക്കം. വിദേശികളും സാധാരണക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും NSG കമാൻഡോകളടക്കം മരണപ്പെട്ടു. 10 പേരടങ്ങിയ ഭീകര സംഘത്തിൽ ജീവനോടെ പിടികൂടിയത് അജ്മൽ കസബിനെ മാത്രമായിരുന്നു. വിചാരണയ്ക്ക് ശേഷം അജ്മലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിപുലീകരണത്തിനും മുംബൈ ആക്രമണം കാരണമായി. ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരാണെങ്കിലും മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന പൊതുജന രോഷം എതിർപ്പുകളില്ലാതെ NIA എന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായി. അപ്രതീക്ഷിതമായി ജീവൻ പൊലിഞ്ഞവരെയും പൊരുതി നിന്നവരെയും രാജ്യം ഇന്നും ഓർക്കുന്നു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഓർമ്മദിനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വധശിക്ഷ നൽകണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോആവ് ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഖമനേയിയുടെ പ്രതികരണം. കുറ്റവാളികളായ നേതാക്കന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ പോരെന്നും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് അലി ഖമനേയി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന ഒരു യോഗത്തിനിടെയാണ് ഇറാൻ നേതാവിന്റെ പ്രതികരണം.
കഴിഞ്ഞ 21-നാണ് ICC ഇരുവർക്കുമെതിരെ യുദ്ധക്കുറ്റം ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇസ്രയേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച 2023 ഒക്ടോബർ 8 മുതൽ 2024 മെയ് 20 വരെ നടന്ന ആക്രമണങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. നെതന്യാഹുവും യോഅവ് ഗാലന്റും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് എതിരാളികൾക്ക് നേരെ അഴിച്ചുവിടുന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി സ്വീകരിച്ചത്. നെതന്യാഹുവിനും ഗാലന്റിനുമൊപ്പം ഹമാസ് നേതാവ് മുഹമ്മദ് ഡെയ്ഫിനെതിരെയും അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഗാസയിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ഡെയ്ഫ് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഹമാസ് ഇതുവരെയും ഡെയ്ഫിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറാതെ സന്ധിയില്ലെന്നാണ് ഹമാസിന്റെ പ്രതികരണം. എന്നാൽ ഹമാസ് കീഴടങ്ങി ബന്ദികളെ വിട്ടു നൽകാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പൂർണ്ണമാകുന്നു വാർത്താരംഭം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞുകയറി 5 പേർക്ക് ദാരുണാന്ത്യം. അപകടം പുലർച്ചെ. മരിച്ചത് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘം. അപകടമുണ്ടാക്കിയത് കണ്ണൂരിൽ നിന്ന് വന്ന തടി കയറ്റിയ ലോറി. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയം പ്രകടിപ്പിച്ച നാട്ടുകാർ. പരസ്യ ചേരിപ്പോരിനിടെ നിർണായക